ഇന്നൊരു അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും. ഇനി നമുക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 15 ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി അരിഞ്ഞത്, വേപ്പില, പച്ചമുളക്, ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് വാളംപുളി വെള്ളത്തിലിട്ട് വെക്കാം. വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ വാളംപുളി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതിൻ്റെ കളർ പോലും മാറാതെ കിട്ടും. കുരുവൊന്നും കളയേണ്ടി വരില്ല. പുറത്ത് വെക്കുമ്പോഴാണ് കുരുവൊക്കെ കളയേണ്ടി വരിക. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ: 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടെ ചൂടാക്കി മാറ്റി വെക്കുക. പിന്നെ അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന അതൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുക, കല്ലുപ്പിട്ടിട്ട്. പിന്നെ മാറ്റി വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്, ഈ വഴറ്റിയതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കുക. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉലുവയും കടുകൂട്ടി പൊട്ടിച്ച് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിടുക. അതിനുശേഷം പുളിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സിയിലെ പൊടിയും ആ വഴറ്റിയതും കൂടി അടിച്ച് വെച്ചേക്കുന്ന ആ അരപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സാക്കി തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വേണം. തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരും. ഇപ്പോൾ നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പത്തിൻ്റെ ഒപ്പം ഇടിയപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ സൂപ്പറാണ്.